അമേരിക്കയായിട്ട് നല്ല റിലേഷൻഷിപ്പ് പോയില്ലെങ്കിൽ ഇന്ത്യയുടെ ബിസിനസ് ആണെങ്കിലും ഇന്ത്യയുടെ എക്കോണമി ആണെങ്കിലും നമ്മുടെ ഗ്രോത്ത് ആണെങ്കിലും നമ്മുടെ എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും നമ്മുടെ ജോബ് ആണെങ്കിലും നമ്മുടെ ബേസ് ആണെങ്കിലും അതിനെ മാറ്റർ ചെയ്യും. അത് തന്നെയാണ് ജയശങ്കർ പറഞ്ഞത്. കാരണം ഇത് വളരെ സീരിയസ്, ഇത് പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ബാക്കിയുള്ള ടോക്സ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ തന്നെയാണ് ഇന്ത്യ റഷ്യയുമായിട്ട് ഒരു ഹോവാർഡ് ലുപ്റ്റിക് ഇന്ത്യയോട് പറഞ്ഞു. കാരണം നിങ്ങൾ റഷ്യയുടെ എക്യുപ്മെൻറ്റ്സ് മേടിക്കുവാണെങ്കിൽ ഇന്ത്യയുമായിട്ട് അമേരിക്കയുമായിട്ട് ഡിഫൻസുമായിട്ടൊരു ബന്ധം ഉണ്ടാകത്തില്ല. ഇത് വെറുതെ തലവേദന ഓരോന്നായിട്ട് അവർ പറയുന്ന ഓരോ ഡിമാൻഡുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. നേരത്തെ ഒന്നും ഡിമാൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ റഷ്യയിൽ നിന്ന് എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ പാടില്ല. അപ്പം അവിടെ നീ മേടിച്ചു വെച്ചിട്ട് ഇത്രയും സാധനങ്ങളുടെ സർവീസ് ആരും ഇത് കൊടുക്കും. ഇതൊക്കെ ഒരു ഈ മോദിയും ട്രംപ് വരുന്ന തീരാവുന്ന ഇഷ്യൂ ആയത്. അല്ലെങ്കിൽ അവരിങ്ങനെ ഓരോ ഊരാക്കുടുക്കും ട്രാപ്പുകളും പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എങ്ങനെ അത് പെട്ടെന്ന് നിർത്താൻ പറ്റുന്നത്? ഏറ്റവും കൂടുതൽ എക്യുപ്മെന്റ്സും ഈ ഹാർഡ്വെയർ റഷ്യയുടെ അന്ന് വാങ്ങിയിരിക്കും. പെട്ടെന്ന് കട്ട് ഓഫ് ചെയ്തിട്ട് ഇതെങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റും? അതായത് ഒരു ഇഷ്യൂ അല്ല, മൾട്ടിപ്പിൾ ഇഷ്യൂ അമേരിക്ക ഉണ്ടാക്കുവാണ് ഇന്ത്യക്കെതിരെ. അതാണ് പറയുന്നത് സൊല്യൂഷൻ ഉണ്ടാകും. ഒരു കാരണവശാലും മോദി ഗവൺമെന്റ് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവും ഇഷ്യൂ എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും അതിനുശേഷമുള്ള ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റം ഉണ്ടായി. വെറുതെ ഊപ്പയായി കിടക്കുന്ന പാകിസ്ഥാനെ പിടിച്ചവൻ പരവതാനിയിലാക്കി. നമ്മൾ ചൈനയുടെ അടുത്ത് പോയി അതിനേക്കാളും ബ്ലണ്ടർ. അതിനുശേഷം ഇന്ത്യ കാണിച്ച മുഴുവനും ബ്ലണ്ടറായിപ്പോയി എന്നിന്നും വിശ്വസിക്കുന്ന ഒരാളാണ്. ഇങ്ങനൊന്നും ആരുന്നില്ല. ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റസ്കോ എന്ന് പറയുന്നത് നമ്മൾ എത്ര മുകളിൽ നിന്നൊരു രാജ്യമാണ്. ആരാ ഇതിൻ്റെ അകത്ത് ഉത്തരവാദി? ഉറപ്പായിട്ടും മോദി ഗവൺമെന്റിന്റെ തെറ്റായ നിഗമനങ്ങൾ, തെറ്റായ വീക്ഷണം, അവരെന്താണ് കാൽക്കുലേറ്റ് ചെയ്തത് മുഴുവനും പാളിപ്പോയി. അതാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത്. അതായത് ഗവൺമെന്റ് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു, തെറ്റുപറ്റിയെന്ന് പറയുന്ന രീതിയിലാണ് ബിസിനസ് സെറ്റ് ബാക്ക് ഉണ്ടായി. ഇത് തന്നെയാണ് ഇതിന്റെ കാരണം.